ഹേ ഗൈസ്, വെൽക്കം. നമ്മളിന്ന് എ ഡേ ഇൻ മൈ ലൈഫ്, ഒരു ഡിസൈനർ, ഒരു വർക്ക് ഫ്രം ഹോം ഡിസൈനറിൻ്റെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യണത്. എണീറ്റ് ചെയ്തുള്ളൂ. സമയം ഇപ്പം ഐ തിങ്ക് 9:15. എനിക്ക് 9 മണിക്കായിരുന്നു എണീക്കുന്നത്. സമയം ഇപ്പോൾ 9:15 ഇപ്പം നേരെ പല്ലിക്ക് ബ്രഷ് ചെയ്യാൻ പോവാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ പല്ല് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ചായ കുടിക്കാൻ പോകാം. ഇനിയിപ്പം 9:30 കാണും. ബട്ട് ഞാൻ രാവിലെ ചായ കുടിക്കാൻ മാത്രമേ അധികം കാപ്പിടിക്കാറില്ല, ശീലമായി പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബ്രഷ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് നേരെ ചായ കുടിക്കാൻ പോകാം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ലൈക്കല്ല സബ് ചെയ്യുക ഗൈസ്. സബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഗൈസ്, അത്രേ ഉള്ളൂ. പിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ അടിച്ച് ചെയ്യും. അപ്പം ചായ കുടിക്കാം. അപ്പോൾ നമ്മൾ ചായ കുടിച്ചു, സെറ്റായി, ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിൽ പോയിട്ട് ഒരു 5 വർക്ക് കിടപ്പുണ്ട്. അപ്പം നമ്മുടെ ഡിസൈനിങ് വർക്ക്സൊക്കെ ഒന്ന് മാക്സിമം പെട്ടെന്ന് തീർക്കാൻ തോന്നണം. ഇല്ലെങ്കിൽ നമ്മളെ മണ്ടയിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എന്തായാലും എനിക്ക് കിട്ടും. സോ പെട്ടെന്നൊന്ന് നല്ല രീതിയിൽ നിന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കിന്ന് മുടി വെട്ടണം, സമയം കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അപ്പം നോക്കാം ഗൈസ്. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി പെട്ടിട്ടുണ്ട്. കറണ്ടില്ല, കറണ്ട് പോയി. KEB ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ 8:30 മുതൽ 12 മണി വരെ കറണ്ട് കട്ടായിരിക്കുമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗോപ്രോ ഫോക്കസ് ആവൂലേ? അപ്പം ഗൈസ് ഇന്ന് ഉച്ചവരെ എനിക്ക് പണി കാണത്തില്ല, എനിക്ക് മിക്കവാറും ഗൈസ്. അപ്പം നമ്മൾ സമയം ഇപ്പം ഐ തിങ്ക് 1:08 നമുക്കപ്പോൾ കഴിക്കാൻ പോകുന്ന സമയം. എന്നൊക്കെ വിശക്കുന്നുണ്ട്. ഇപ്പോൾ ഗൈസ് നമുക്ക് കഴിക്കാൻ പോവാം. ഇത്ര നേരം ഐ തിങ്ക് നമ്മൾ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വർക്ക്സൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തായിരുന്നു, അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കറക്ഷൻ വന്നു, അപ്പം അതിനി ചെയ്ത് അയച്ചു കൊടുക്കണം. നേരെ എൻ്റെ ഇവിടെ കറക്റ്റ് നമ്മുടെ ജംഗ്ഷൻ്റെ അടുത്തായതുകൊണ്ട് വലിയ സീനില്ല. ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് പുറത്തുനിന്നാണ് കഴിക്കുന്നത് ആൾമോസ്റ്റ്. അപ്പം നേരെ അവിടെ പോയിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ്. കേസ് നമ്മൾ കഴിച്ചു, തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി നേരെ വീണ്ടും വർക്കിലോട്ട്. കേസ് നല്ല നട്ടുച്ച വെയിൽ, ഒരു രക്ഷയില്ല, ചൂടെന്ന് പറഞ്ഞ അമ്മ തിരിച്ചു പോകും. ഈ നമ്മളപ്പം ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലാണ്ട് നമ്മുടെ വാലൻറ്റൈൻസ് ഡേ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ പുറകെയാണ്. വാലൻറ്റൈൻസ് ഡേ ഇങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഗൈസ് നമ്മൾ മുടി വെട്ടാൻ പോവുകയാണ്. എനിക്കും വെട്ടണം, അവനും വെട്ടണം. അത് ഡെയിലി രാവിലെ തുടങ്ങി. കണ്ടിന്യൂഷൻ ആണ്. ഉച്ചയ്ക്കുള്ള പാർട്ടിലോട്ട് നമ്മൾ ജോയിൻ ആയിട്ടുണ്ട്. ഇനി മറ്റവനെ കൂടെ വഴിയിൽ നിന്ന് പിടിക്കണം. അവൻ അവിടെ ഉണ്ട് ഗൈസ്. എവിടെ ഉണ്ട്? റോഡിലുണ്ട്. ഓക്കെ, നമ്മൾ നടക്കുവാണ് ഗൈസ്. വീലൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഏതാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? പറയാനുള്ള ഞാൻ ഈ സൈഡിങ് എടുക്കുക ഗൈസ്. ഒരു അബ്ദുൽ കലാമിനെ പോയിട്ട് നടുക്കുന്ന ഒരു വെട്ട് ഗൈസ്. ചെറുക്കൻ അപ്പുറത്തെ സൈഡുണ്ട്, തൊപ്പിയൊക്കെ വെച്ച് മറച്ച് വെച്ചിരിക്കുകയാണ് ചെറുക്കൻ. ഇത് ചാർജറൊക്കെ കൊണ്ട് റോഡിൽ ഇരിക്കണ്ടാ. എനിക്കത് പാറ സ്ഥലം.
ഏയ് നീ എന്തിനു ചാർജറൊക്കെ കൊണ്ട് വെച്ചോണ്ടിരിക്കണേ? ശരി കൈസിനൊക്കെ എന്താണ് പറയാനുള്ളത്? മുടിവെട്ടനെ പറ്റി എന്താണ് പറയാനുള്ളത്? നീ ഒന്ന് മോൻ നോക്കിയത് നാണോ? വെട്ടിക്കഴിച്ച ശേഷം പറയാതെ മുടിവെട്ടാൻ വന്നു. ഇനിയും കൊണ്ട് വന്നപ്പോഴേ തോന്നി നിങ്ങൾ കട എപ്പോൾ തുറക്കും? ഓക്കെ ഓക്കെ. തിരിച്ച് വീട്ടിലോട്ട് പോവാണെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞൊന്നും ഇവിടെ എന്തിനാ വന്നേ? ഇവിടെ എന്തിനാ വന്നേ? മുട്ട മേടിക്കാം. മുട്ട വാങ്ങിക്കാം ഗൈസ്. പ്രോട്ടീനാണ് ഗൈസ്. മലയാളത്തിൽ കാണിക്കും. ഇതെന്താ വായിക്കുന്നത് ഗൈസ്? ഇംഗ്ലീഷിൽ 6 ഇംഗ്ലീഷിലാണെങ്കിൽ ഗൈസ് നമ്മൾ തിരിച്ചാണ് തുടങ്ങിയപ്പോ 5 മിനിറ്റ് 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് വീട്ടിൽ പോയിട്ട് വന്നാലാ? ഓ വീട്ടിൽ വിട്ടില്ല. അതല്ലേ മെയിൻ. അതൊരു നടക്കണ്ടേ? നമ്മളിപ്പോ ചോദിച്ചപ്പോ തരാത്തത് ആടെ. അപ്പൊ ഇപ്പൊ ഞാൻ ഇതിന്റെ കൂടെ വരുവേ, എടുത്തു തരണേ. ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്താണ് ആദ്യം എടുക്കണ മോശം ഒന്നുമില്ല നീ പറഞ്ഞ. കുറച്ച് ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്താൽ മോശം ഒന്നുമില്ല നീ പറഞ്ഞ്. നിന്റെ വാക്കിന് വില കൊണ്ടാണ് കേട്ടല്ല. നീ എന്നാ ചേച്ചി ചോദിക്കൂ. ഞാൻ വാങ്ങിട്ട് വരാം. അത് ഫ്രണ്ടിരിക്കണം നൈസ ചോദിച്ചു വാങ്ങ വേണ്ടിയത്. എടുക്കല്ലോ. അതിലെടുക്കും. നിനക്ക് തന്നാലല്ലേ നീ തരാതിരിക്കോ? ഡയറി വിളിക്കാൻ വേണ്ടി തന്നാലല്ലേ നീ തരാതിരിക്കോ? അവള് കരഞ്ഞ നിങ്ങൾ അവസാനം കുടുംബ പ്രശ്നം ഇത്. അതെ അതെ ഭയങ്കര കുടുംബ പ്രശ്നം. ശരി നടുക്കിന്ന് കളിക്കണ പട്ടി. ചത്തേനെ 100 മൈനസായ മുടി എത്തി. ട്രെൻഡ്സ് നമ്മൾ മുടി വെട്ടി. സത്യം പറഞ്ഞ ഇതല്ല ഉദ്ദേശിച്ചത്. സത്യം പറഞ്ഞ മൂഞ്ചി പോയി എനിക്ക്. പക്ഷെ ഇവന് കുഴപ്പമില്ലായിരുന്നു. ഇല്ല കുഴപ്പമില്ല. എൻ്റെത് മൂഞ്ചി കേസ്. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഞാൻ മുടി വെട്ടണോ? കമന്റ് ഞാൻ തന്നെ കമന്റ് ഇടും. ഇവിടെ വെട്ടണ്ട. സിറ്റിയിലോട്ട് പോവാണ്. ഗൈസ് നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ്. ഗൈസ് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് 2 വാഹനങ്ങൾ വന്നു. ജി
നമ്മളിപ്പോ എവിടാ അവന്റെ പരിപാടിക്ക് ഞാനാണ് കേസ് അവന്റെ പരിപാടി ഇവരെ ചാടാൻ ഹെൽപ്പ് ചെയ്തത് ഞാനാണ്. ചാടാൻ വഴി കണ്ടുപിടിച്ചത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞാനാണ്. കഷ്ടപ്പെട്ട് ചാടി നമ്മളാണ്. വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. അതിനുള്ള ധനം നൽകിയത് ഞങ്ങളാണ്. ഞാൻ ബർസാനക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് രാധേ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. ഹലോ റോ ഒരു വായിക്കാതെ പിന്നെ എന്തെങ്കിലും പറ. സവിയലിന്റെ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ശോകമാണ് ഗൈസ്. ശരിക്കും ഷോക്കായിരുന്നു ഗൈസ്. ഐ ഡിഡ് എൻജോയ്. റെക്സുജനെ കാണാൻ വേണ്ടിയാണ് ഗൈസ് ഞാൻ വന്നത്. അവിയലിന് ഫോട്ടോ അതാണ് സുജനെ നേരിട്ട് കാണാൻ പറ്റി. കണ്ണുകൊണ്ട് ശരിക്കും പോസ്റ്റ് ചെയ്യുന്ന ആളോ? ഇവിടെ ഫുൾ വ്ലോഗേഴ്സ് ആണ് ഗൈസ്. അപ്പം കുറച്ചുകൂടെ എടുക്കാനുണ്ടായിരുന്നു, പക്ഷേ വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഗോപ്രോ ചാർജ് ചെയ്യുന്നു, അതാണ് ഇതിന് ശേഷിയുള്ളത് കാണിക്കാൻ പറ്റാത്തത്. നമ്മൾ രാവിലെ വിട്ടെടുക്കുന്ന കാരണം ഗോപ്രോ ചാർജ് കുറവായിരുന്നു പോയപ്പോൾ. പെട്ടെന്ന് തീരുമാനിച്ച് പോയ ഒരു ഇതായിരുന്നു ഇതിനകത്തൊന്നും. അപ്പം വേറെ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും മിച്ചപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇറ്റ്സ് മീ മൂസ. ബൈ ബൈ ഗൈസ്.